ഈ വീഡിയോയിൽ നമുക്ക് ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്റ്റ് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ക്ലാസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിൻ ഫംഗ്ഷന് മുന്നേ ആയിട്ട് നമ്മുടെ ക്ലാസ് ഡിക്ലെയർ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലാസ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് കൊടുക്കേണ്ട നെയിം ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എന്നും പറഞ്ഞിട്ടാണ് ക്ലാസ്സിൻ്റെ പേര് കൊടുത്തയക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ പ്രസ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുക. ഇങ്ങനെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യണതിൻ്റെ ക്ലോസ് ചെയ്ത് വരുന്ന സൈഡിലുള്ള ആ ഒരു കേർലി ബ്രാക്കറ്റിന് ശേഷം ഒരു സെമിക്കോളൻ ഇട്ട് കൊടുക്കണം ഇതുപോലെ. അതല്ലെങ്കിൽ കമ്പൈലേഷൻ എറർ വരും, കാരണം സിൻറ്റാക്സ് അങ്ങനെയാണ്. പിന്നെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റ് പോലത്തെ ഒരു പരിപാടിയാണ്. ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആൾ, ഇപ്പോൾ കാറോ സ്കൂട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഓടിക്കും. പക്ഷേ ഈ ഓടിക്കുന്ന ആൾക്ക് എന്താ പറയുക, ആ ഒരു വണ്ടിക്കകത്തുള്ള എല്ലാ ടു Z എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്നില്ല. ജസ്റ്റ് വണ്ടി ഓടിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. അതും അല്ലെങ്കിൽ ഇപ്പോൾ പല വണ്ടികൾക്ക് പല ഫീച്ചേഴ്സ് ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുക. പക്ഷേ എന്താ പറയുക, ഒരാവശ്യമാണ് സെർവ് ചെയ്യണത്. നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകാന്നുള്ളത്. ചില വണ്ടികൾക്ക് 4 വീലുണ്ടാവും, ചിലതിന് 2 വീലുണ്ടാവുള്ളൂ, ചിലതിന് 3 വീലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് ഒരു വെഹിക്കിളിനെ ഡിഫൈൻ ചെയ്യാനായിരിക്കും. എന്നിട്ട് ഈ വെഹിക്കിളിന് ചില കോമൺ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അത് ഹാൻഡിൽ ചെയ്യാൻ അതിൻ്റേതായ സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് ക്ലാസ്സസ് പോലെയുള്ള കോൺസെപ്റ്റിൻ്റെ യൂസേജ് വരുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോസിൽ അറേനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ അറയ്ക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിന് ഒരൊറ്റ ഡാറ്റ ടൈപ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഇൻറ്റീജർ അറേയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അതിനൊരു ഇൻറ്റീജർ വാല്യൂ മാത്രമായിരിക്കും സ്റ്റോർ ചെയ്യാനും അതേപോലെ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാനും പറ്റുക. അതേസമയം നമ്മൾക്കിപ്പോൾ എന്താ പറയുക, ഒരു സ്റ്റുഡൻറ്റിൻ്റെ എൻറ്റിറ്റി ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ, അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര്, ക്ലാസ്, പിന്നെ എന്താ പറയുക സെമസ്റ്റർ മാർക്സ്, ഇത്രയും സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ അറേയിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രോപ്പർട്ടിയും ഓരോ ഡാറ്റ ടൈപ്പാണ്. പേര് സ്ട്രിങ് ആണ്, മാർക്ക് അത് ഇൻറ്റീജർ ആവാം, ഫ്ലോട്ട് ആവാം, എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എന്നുള്ള കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ഇനി ഈ ക്ലാസ്സിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ആസസ് സ്പെസിഫയർ ആണ്. ആസസ് സ്പെസിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഡാറ്റ എന്തൊക്കെ രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റണമെന്ന് ഡിഫൈൻ ചെയ്യാനുള്ളതാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു സ്ട്രേഞ്ചറിനെ കാണുന്നു, അയാൾ നിങ്ങളോട് സംസാരിച്ച് തുടങ്ങുന്നു. നിങ്ങൾ വീട്ടിലുള്ള ടു Z കാര്യങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ പറയുമോ? നമ്മൾ ആ ആളെ മനസ്സിലാക്കിയിട്ട് ആൾ ട്രസ്റ്റ് വർത്തി ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പറയുള്ളൂ. അതേസമയം നമ്മളുടെ പാരൻസ് ചോദിക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ ടു Z കാര്യങ്ങൾ നമ്മൾ പറയും, ചിലർ പറയില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ആക്സസിബിലിറ്റി, അതായത് ഒരു ആക്സസ് ചെയ്യാൻ ഞാൻ ഇത്രത്തോളം ഓപ്പൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ എനിക്കത് പറയാൻ റെഡിയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇന്ന ഡാറ്റകൾ ഇന്ന സ്ഥലങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന ആൾക്കാർക്ക് മാത്രമേ അത് എന്താ പറയുക മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഈ ആക്സസ് സ്പെസിഫയർ എന്ന് പറയുന്നത്. ബൈ ഡിഫോൾട്ട് ക്ലാസ്സസിൽ ഉള്ള ആക്സസ് സ്പെസിഫയർ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പാണ്. ഒരെണ്ണം പബ്ലിക്, ആർക്ക് വേണമെങ്കിലും റീഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ ക്ലാസ് ഒബ്ജക്ട്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, പ്രൈവറ്റ് ആയിട്ട് ഒരു ഇൻറ്റീജർ ഡാറ്റയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുകയാണെന്ന് വിചാരിക്കുക. അത് നമുക്ക് മെയിൻ ഫംഗ്ഷനിലോ അല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻസിലോ ഒന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ക്ലാസ്സിൽ നമ്മളൊരു മെമ്പർ ഫംഗ്ഷൻ എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്, അത് പറയാം. ഒരു ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആ ഫംഗ്ഷന് വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ പറ്റും.
ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. 3 കാര്യങ്ങളാണ് ആക്സസ് സ്പെസിഫയറിലുള്ളത്. ഒരെണ്ണം പ്രൈവറ്റ്, ഒരെണ്ണം പബ്ലിക്, പിന്നെ വരുന്നത് പ്രൊട്ടക്റ്റഡ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇത്ര ഓർത്തിരിക്കുക. ബൈ ഡിഫോൾട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്സസ് സ്പെസിഫയർ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രൈവറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് ആ ക്ലാസ്സിൽ ഉണ്ടാക്കുന്ന എല്ലാം തന്നെ പ്രൈവറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. നമുക്ക് പബ്ലിക്കായിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മളത് പ്രത്യേകം പറയണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക, എന്നിട്ട് പബ്ലിക് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക, എന്നിട്ടൊരു കോളൻ ഇടുക. ഇത്രയും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആക്സസ് സ്പെസിഫയർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പബ്ലിക്കായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് മതിയെങ്കിൽ ജസ്റ്റ് പ്രൈവറ്റ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് കോളൻ ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ അത് ചെയ്ത് ഇനി ക്ലാസ്സിൻ്റെ അകത്തുള്ള അടുത്ത ആളെ പരിചയപ്പെടാം. അടുത്ത ആളെന്ന് പറഞ്ഞാൽ ഡാറ്റ മെമ്പറാണ്. അതായത് ഡാറ്റ മെമ്പർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വേരിയബിൾ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യേണ്ടെങ്കിൽ ഇൻറ്റ് ആ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതൊരു ഡാറ്റ മെമ്പറാണ്. അതല്ല ഇപ്പോൾ സ്ട്രിങ് നെയിം ആണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതൊരു ഡാറ്റ മെമ്പറാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇൻറ്റ് എ എന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ അതത്ര. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ആക്സസ് സ്പെസിഫയറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും മെമ്പർ ഫങ്ഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളുടെ സാധാ ഫംഗ്ഷൻ പോലെ തന്നെ, പക്ഷെ ക്ലാസ്സിൻ്റെ അകത്ത് എഴുതുന്നു, അത്രേ ഉള്ളൂ. ആ മറ്റേ സാധാ ഫംഗ്ഷനിലുള്ള ആ ഒരു റിട്ടേൺ ടൈപ്പ്, പിന്നെ അതുപോലെ നെയിംസ്, പാരാമീറ്റേഴ്സ്, ആർഗ്യുമെൻറ്റ്സ്, ആ പരിപാടികളെല്ലാം തന്നെ ഇതിലുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു വോയിഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. വോയിഡ് എ ഔട്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് എ എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ പ്രിൻ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്നുള്ള രീതിക്കാണ് എഴുതിയിട്ടുള്ളത്. ഫംഗ്ഷൻ നമുക്ക് 2 രീതിക്ക് ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ ഈ ഞാൻ എഴുതിയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് അത് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ചില കേസുകളിലും നമുക്ക് അങ്ങനെ ചെയ്യണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് അതിനും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലാസ്സിന് പുറത്തായിട്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഡിക്ലെയർ അല്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഡിക്ലറേഷൻ പക്ഷെ ക്ലാസ്സിൻ്റെ അകത്ത് ചെയ്യണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഒരു ഇൻറ്റ് ബി എന്നും പറഞ്ഞിട്ടൊരു ഡാറ്റ മെമ്പർ ഉണ്ട്. അപ്പോൾ അത് ആക്സസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എനിക്ക് ക്ലാസ്സിന് പുറത്ത് എഴുതണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനാദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് വോയിഡ് നമ്മൾ സാധാരണ ഫംഗ്ഷൻ ജസ്റ്റ് എന്താ പറയുക ഡിക്ലെയർ ചെയ്യണം. അതിന് ഞാൻ ബി ഔട്ട് എന്നും പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് അത് ജസ്റ്റ് ഒരു സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്തു. ഇതെന്ന് പറയുന്നത് ഡിക്ലറേഷനാണ്. അതായത് ഫംഗ്ഷൻ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കി ബോഡി, അതായത് ഡെഫിനിഷൻ നമ്മൾ ക്ലാസ്സിന് പുറത്ത് എഴുതണം. അതെങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ക്ലാസ്സിന് പുറത്തേക്ക് വരാം, എന്നിട്ട് ഫസ്റ്റ് തന്നെ നമ്മളുടെ ആ ഒരു റിട്ടേൺ ടൈപ്പ് ടൈപ്പ് ചെയ്യണം. അതായത് നമ്മളുടെ ഇവിടുത്തെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. അപ്പം ഞാൻ വോയിഡ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത്, എന്നിട്ട് സ്പേസ് ചെയ്യുക, ക്ലാസ്സിൻ്റെ പേര് എഴുതുക. ക്ലാസ്സിൻ്റെ പേര് നം എന്നാണ്. അപ്പം നം എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത്, എന്നിട്ട് 2 കോളൻ നമ്മൾ ടൈപ്പ് ചെയ്യുക ഇതേപോലെ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു ഫംഗ്ഷൻ്റെ പേര്, അതായത് ബി ഔട്ട്. അപ്പോൾ ഞാൻ ബി ഔട്ട് എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്ത്, എന്നിട്ട് ഫംഗ്ഷൻ്റെ ആ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ ആ ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മളുടെ ആ ഒരു ലോജിക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ നമ്മളുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബി പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്ത് സെമിക്കോളനിട്ട് ചെയ്ത് വെച്ച്. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യണ ആ ഒരു പരിപാടി തന്നെ. ഇനിയിപ്പോൾ ഇതാണ് നമ്മളുടെ ഫംഗ്ഷനിൽ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ഒരു ആക്സസ് സ്പെസിഫയർ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കും. അതിന് ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട്. ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം. ഒരു വേരിയബിളും ആവാം, അറേ ആവാം. അത് പല ഡാറ്റ ടൈപ്പും ഹാൻഡിൽ ചെയ്യും. ചിലപ്പോൾ ഇൻ്റ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക, ഫ്ലോട്ട് ഹാൻഡിൽ ചെയ്യും,
സ്ട്രിങ് ഹാൻഡിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. പിന്നെ വരുന്നത് മെമ്പർ ഫംഗ്ഷനാണ്. മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സാധാ ഫംഗ്ഷൻ പോലെ തന്നെയാണ്, പക്ഷെ ക്ലാസ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫങ്ഷൻസാണ് കൂടുതലും ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. അതായത് ഇൻസൈഡ് ദ ക്ലാസ്സും ഡിക്ലെയർ ചെയ്യാൻ പറ്റും, ഔട്ട്സൈഡ് ദ ക്ലാസ്സും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഔട്ട്സൈഡ് ദ ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ ക്ലാസ്സിൻ്റെ അകത്ത് ഇതേപോലെ ചെയ്യണം. എന്നിട്ട് ഡെഫിനിഷൻ നമ്മൾ ക്ലാസ്സിന് പുറത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേതെങ്കിലും ഒരു സ്റ്റെപ്പിൽ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുക. ചിലപ്പോൾ ചിലർക്ക് രണ്ടും ഫോളോ ചെയ്യുമ്പോൾ കൺഫ്യൂസ് ആവും. ഞാൻ പേഴ്സണലി ക്ലാസ്സിൻ്റെ അകത്ത് എഴുതുന്ന ഒരു ടൈപ്പ് ആളാണ്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ കോഡ് എഴുതുമ്പോൾ രണ്ട് രീതിയും വർക്ക് ചെയ്യും. പക്ഷെ കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ ചെറിയ ഫങ്ഷൻസ് ഒക്കെ ക്ലാസ്സിൻ്റെ അകത്തും വലിയ ഫങ്ഷൻസ് ഒക്കെ പുറത്തുമായിട്ടാണ്, ക്ലാസ്സിന് പുറത്തുമായിട്ടാണ് എഴുതാറ്. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അങ്ങനെ നമ്മൾ ക്ലാസ്സിൻ്റെ ഒരു ഏകദേശം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മുന്നേ ഞാനിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. അതായത് ബി എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനും എ എന്ന് പറയുന്ന വേരിയബിളിനും ഞാൻ കറസ്പോണ്ടിങ് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കൺസ്ട്രക്ടറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഇപ്പം നമ്മൾ അതിലേക്ക് പോകണില്ല. ജസ്റ്റ് ക്ലാസ്സും ഒബ്ജക്റ്റിൻ്റെയും കോൺസെപ്റ്റ് മനസ്സിലായിട്ട് അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ബിക്ക് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്, എക്ക് 20 എന്നും പറഞ്ഞിട്ടൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്ലാസ്സസും ഒബ്ജക്റ്റും കുറച്ചുകൂടി ഫെമിലിയർ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ക്ലാസ്സിൻ്റെ പേര് നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇവിടെ നം എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് എന്നിട്ട് സ്പേസ് നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ പേര് എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ N1 എന്നും പറഞ്ഞിട്ട് ഒബ്ജക്റ്റിൻ്റെ പേര് ഞാൻ കൊടുത്തു, എന്നിട്ട് സെമിക്കോളൻ ഇട്ടു. ഇത് നമ്മൾ സാധാരണ വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്യണ പോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് ഇവിടെ ക്ലാസ്സിൻ്റെ പേര് കൊടുത്തു, എന്നിട്ട് ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുത്ത് സെമിക്കോളൻ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ പ്രത്യേകിച്ചൊന്നും ഔട്ട്പുട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ക്ലാസ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ വേറെ ഫങ്ഷൻസോ ഇൻട്രാക്ഷൻസോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ബൈ ഡിഫോൾട്ട് ക്ലാസ് നമ്മൾ എന്താ പറയുക, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് റൺ ചെയ്യേണ്ടത് ഒരു കൺസ്ട്രക്ടറാണ്. ഈ കൺസ്ട്രക്ടർ ആയിരിക്കും അന്നേരം നമ്മളുടെ ആ ഒരു ഒബ്ജക്റ്റിന് ആവശ്യമുള്ള ആ ഒരു ഇനിഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക. അതായത് നമ്മളുടെ ആ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു, വേരിയബിൾസിൽ ഡാറ്റ അസൈൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ടറാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിലേക്ക് ഞാനിപ്പോൾ പോണില്ല. ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആസ് സ്പെസിഫയറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആസ് സ്പെസിഫയറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ആ ഒരു ഡാറ്റ പബ്ലിക്കായിട്ട് നമുക്ക് ആസസ് സെറ്റ് ചെയ്ത് വയ്ക്കാം, പ്രൈവറ്റായിട്ട് സെറ്റ് ചെയ്യാം, പ്രൊട്ടക്റ്റഡ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇതിലിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പബ്ലിക്കിൻ്റെയും പ്രൈവറ്റിൻ്റെയും ഞാൻ കാണിച്ചു തരാം. പ്രൊട്ടക്റ്റഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഹെറിറ്റൻസ് ആ ഒരു ടോപ്പിക്കിലേക്ക് പോവേണ്ടി വരും, എന്നാലേ നമുക്കത് മനസ്സിലാവാൻ ചാൻസ് ഉള്ളൂ. പബ്ലിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന വേരിയബിൾ അത് നമ്മൾ പബ്ലിക്കിൻ്റെ സ്കോപ്പിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്കത് റീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക്കിലായതുകൊണ്ട് എനിക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഒബ്ജക്റ്റിനെ റെഫറൻസ് ചെയ്ത് എനിക്ക് എനെ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ ആദ്യം ടൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഈ ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്താ പറയുക ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡാറ്റ മെമ്പേഴ്സിനെയും മെമ്പർ ഫംഗ്ഷനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഡോട്ട് ചെയ്തിട്ട് എ കോൾ ചെയ്യാണ്. എന്നിട്ട് എ കോൾ ചെയ്യാൻ വേണ്ടി എ ടൈപ്പ് ചെയ്ത് സെമിക്കോളൻ ചെയ്തു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്തപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് 20 പ്രിൻ്റായി വന്നു.
ഇനി നമുക്ക് ബി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇതേപോലെ ബി ഇതേപോലെ എനിക്ക് ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബി ടൈപ്പ് ചെയ്യാണ്, എ മാറ്റിയിട്ട്. ഇനി ഇത് റൺ ചെയ്തപ്പോൾ നമുക്ക് എറർ വന്നു. എററിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നമ്മിലുള്ള ബി പ്രൈവറ്റ് ആണ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു എററല്ല, ഒരു വാർണിംഗ് പോലെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു 6ാമത്തെ ലൈനിൽ, ഈ ഒരു ലൈനിൽ നമ്മൾ ബി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പ്രൈവറ്റ് ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ആ ഒരു ഡാറ്റ ഇതേപോലെ നമുക്ക് മെയിൻ ഫംഗ്ഷനിൽ ഒബ്ജക്റ്റിനെ റെഫറൻസ് ചെയ്ത് ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റില്ല. അതേസമയം നമുക്കത് കോൾ ചെയ്യണമെങ്കിൽ ഈ ബി ഔട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ബി ഔട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലാസ്സിനകത്തുള്ളൊരു ഫംഗ്ഷനാണ്. അതിന് പ്രൈവറ്റ് ആയിട്ട് കിടക്കുന്ന ഡാറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ബി പ്രിന്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സി ഔട്ടിൻ്റെ ലൈൻ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് എടുത്ത് കളയാം. പകരം നമുക്ക് ഡാറ്റ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യണം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ N1 കഴിഞ്ഞിട്ട് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക, എന്നിട്ട് ബി ഔട്ട് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുക, നമ്മൾ സാധാരണ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ തന്നെ, എന്നിട്ട് റൺ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആ ഒരു ബിയുടെ വാല്യൂ പ്രിൻ്റായി, അതായത് 10 എന്നുള്ള വാല്യൂ പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഇനി സെയിം കേസ് തന്നെ ഇപ്പം നിങ്ങൾക്ക് എയുടെ വാല്യൂ മാറ്റണമെങ്കിൽ നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് മെയിൻ ഫംഗ്ഷൻ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ N1.a, ഞാനിപ്പോൾ ആദ്യം N1.a സി ഔട്ട് ചെയ്യുകയാണ്. സി ഔട്ട് ചെയ്തപ്പോൾ എനിക്ക് 20 വന്നിട്ടുണ്ട്. ഞാനിനി ഇത് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഫസ്റ്റത്തെ സി ഔട്ട് കഴിഞ്ഞിട്ട് ഞാൻ എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോവേ, അതായത് N1.a = 25 കൊടുക്കുകയാണ്. നമുക്കിത് എന്ത് പറ്റും എന്നുള്ളത് നോക്കാം. കണ്ട, ഫസ്റ്റത്തെ വാല്യൂ എയുടെ വാല്യൂ 20 ആയിരുന്നു, പക്ഷെ ഞാൻ മെയിൻ ഫംഗ്ഷന് N1.a = 25 കൊടുത്തപ്പോൾ എയുടെ വാല്യൂ 25 ആയിട്ട് മെയിൻ ഫംഗ്ഷൻ തന്നെ നമുക്ക് മാറ്റാൻ പറ്റി. ഇതിപ്പോൾ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു സ്പേസിങ് ചെയ്യാം. ഞാനൊരു /t കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരും. കണ്ട, ഇതാണ് പബ്ലിക്കായിട്ട് കൊടുത്തുള്ള പ്രശ്നം. അതായത് വരുന്നവനും പോണവനും ഈ സാധനം റീഡ് ചെയ്യാനും പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ അത് നമുക്ക് എന്താ പറയുക, റിയൽ ലൈഫ് സിനാരിയോയിൽ അതൊരു നല്ല ഡിസിഷൻ അല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ATM നമ്മൾ കാർഡിട്ട് പൈസ എടുക്കുന്നു. പൈസ എടുത്ത് പോരുന്ന സമയത്ത് നമുക്ക് എടുത്ത പൈസ തിരിച്ച് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല ഡെവലപ്മെൻ്റ് അല്ല, നമുക്ക് പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത്. അതേപോലെ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഓരോ റോളിനും അതിൻ്റേതായ പവറും അതോറിറ്റിയും ഉണ്ട്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അങ്ങനത്തെ ഡെഫിനിഷൻസൊക്കെ ക്ലാസ് വെച്ചിട്ട് പോസിബിളാണ്. ഇനിയിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി നമുക്ക് ഇതേപോലെ മാറ്റി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ബി ഞാനിപ്പോൾ എ മാറ്റിയിട്ട് ബി ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റൺ ചെയ്യാണ്. കണ്ട, എറർ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ബി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ മെമ്പറാണ്. അപ്പോൾ അത് നമുക്ക് മെയിൻ ഫംഗ്ഷനിൽ കൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു മെമ്പർ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാനും അതേപോലെ പ്രിൻ്റ് ചെയ്യാനും അതൊക്കെ പോസിബിളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താ പറയുക, ക്ലാസ്സസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിക്ക് പറയാൻ പറ്റിയത്. ഇത് മനസ്സിലാവാൻ കുറച്ച് ടാസ്ക്കാണ്, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റായി പോകും. ഈ ഒരു സെയിം പ്രോഗ്രാം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ആക്സസ് സ്പെസിഫയറും മെമ്പർ ഫംഗ്ഷനും ഡാറ്റ മെമ്പേഴ്സും തമ്മിലുള്ള ഫെമിലിയാരിറ്റി നിങ്ങൾക്ക് കുറച്ച് കിട്ടും. വേറൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട, ലൈക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും ട്രൈ ചെയ്യേണ്ട. പകരം ഇതൊന്നും ആദ്യം ഫെമിലിയർ ആവുക. ഇത് ഫെമിലിയർ ആയതിനു ശേഷം നമുക്ക് ഈ പറഞ്ഞ കോംപ്ലക്സ് നമ്പേഴ്സ് അഡീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ബേസ് മനസ്സിലായില്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാവത്തില്ല.